ഇന്ന് നമ്മൾ ബ്രൊക്കോളി തോരനാണ് വെക്കുന്നത്. ബ്രൊക്കോളി നന്നായിട്ട് കഴുകി ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അരമണിക്കൂർ ഇട്ടു. ഇപ്പം നന്നായിട്ട് കഴുകിക്കണം. നമ്മളിങ്ങനെ പൊടിയായിട്ട് കൊത്തി അരിയുക. ബ്രൊക്കോളി പൊടിയായിട്ട് നമ്മൾ തോരൻ വയ്ക്കാനുള്ള കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇനി 5-6 ചെറുള്ളി നമുക്കതിനകത്ത് പൊടിയായിട്ട് അരിഞ്ഞിടാം. പിന്നെ ഒരു 3 വെളുത്തുള്ളി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞിടാം. എരിവിനാവശ്യമുള്ള കാന്താരി പൊടിയായിട്ട് അരിഞ്ഞിടാം. 2 തണ്ട് കറിവേപ്പിലയൊക്കെ നമ്മുടെ മുറ്റത്തുള്ള കേട്ടോ, കാന്താരിയൊക്കെ. ഇനി തേങ്ങ ഇടണം. തേങ്ങ ചിരവിട്ട് അതുകൂടെ ഇടണം. നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, കാന്താരി എല്ലാം അരിഞ്ഞിട്ട് ഇനി ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇടാം. കുറച്ച് തേങ്ങ മതി, ഒരുപാട് വേണ്ട. തേങ്ങ ഇട്ടു. ഇനി ലേശം മഞ്ഞൾപ്പൊടി, ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില. ഓക്കെ, ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. നമ്മളത് മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടാൽ മതി. നമ്മുടെ ബ്രൊക്കോളി തോരനോടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, പെട്ടെന്ന് റെഡിയാവും. സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ ബ്രൊക്കോളി തോരൻ റെഡി ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.